പിന്നെയും എടുത്ത് തന്നെ പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു കടയാണ്. ഇതുപോലത്തെ ഒരു കട ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഗ്രോസറി ഷോപ്പിംഗ്. യെസ്, അത് തന്നെ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ അടുത്തുള്ള ഒരു ലിഡിലിൽ പോയ വീഡിയോ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഇല്ല, അത് കിട്ടുന്ന സ്ഥലമുണ്ടോ, അങ്ങനെയുള്ള മലയാളിക്കട ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പക്ഷേ നിങ്ങളെ കാണിക്കാൻ പോകുന്നൊരു കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അതിപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞ പോലുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ ബട്ടണും കൂടെ അമർത്തിയിടാമെങ്കിൽ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും ചെയ്യും, നിങ്ങൾക്ക് അത് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിലാണ്. ഇപ്പം ബസ് വരാനായിട്ട് ഇപ്പം സമയം പുറകെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് വരാനായിട്ട് 75-ാം നമ്പർ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു 8 മിനിറ്റും കൂടെ താമസമുണ്ട്. അങ്ങനെ നമുക്ക് പോകേണ്ട ബസ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മക്കളെ, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ ഇവിടെ സിറ്റി സെൻറ്ററിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു ബസ് കയറിയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ബസ് കയറാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ പോകാൻ പോകുന്ന ഷോപ്പിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, പറഞ്ഞല്ലോ, രജനി സൂപ്പർ സ്റ്റോർ എന്നാണ് പേര്. രജനി എന്നാണ് പേര്. അപ്പോൾ ഇവിടെ നമുക്ക് 6-ാം നമ്പർ ബസ്സിലാണ് പോകേണ്ടത്, 6ഓ 7ഓ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 5 മിനിറ്റുകളെ ടൈമുണ്ട് ബസ് വരാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയാൽ നമുക്ക് 2 പേർക്കും കൂടെ 4 പൗണ്ടാണ് ആയത്. 4 പൗണ്ടെന്ന് വെച്ചാൽ ഏകദേശം നാട്ടിലെ 400 രൂപ, 400 സംതിങ് വരും, എങ്കിലും 400 രൂപ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ സെയിം അതുപോലെ 4 പൗണ്ട് ആവും. അപ്പോൾ നേരെ നോക്കി ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ മക്കളെ, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ നടന്ന് ഇവിടെ നമ്മൾ പറഞ്ഞ രജനി സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പുറകെ കാണുന്നതാണ് രജനി സ്റ്റോർ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രിസ്റ്റോൾ ഫിഷ് പൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് നമ്മുടെ ഇന്ത്യക്കാരുടെ കടയാണ്, പഞ്ചാബികളുടെ കടയാണ്. അപ്പം നമുക്ക് നേരെ കടയിലകത്തോട്ട് കയറാം. ഇപ്പോൾ നിങ്ങൾ UK ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ ട്രോളിക്ക് ആയിട്ട് നേരെ നമ്മളെ സാധനങ്ങൾ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ മക്കളെ, ഇതാണ് നമ്മൾ പറഞ്ഞ രജനിയുടെ ഉൾഭാഗം. ഇത് നമ്മൾ പ്രതീക്ഷ പോലൊന്നും അല്ല. ഇത് എങ്ങനെ തുടങ്ങണം, വീഡിയോ എടുക്കുന്നത് എവിടെ തൊട്ട് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ആകെ കൺഫ്യൂഷനിലാണ്. കാര്യം ഇത് നമ്മുടെ സങ്കല്പത്തെക്കാട്ടി വലിയൊരു കടയാണ്. ഇതിന് മുന്നേ ഞങ്ങളിപ്പോൾ ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇതിപ്പം എന്താ പറയുക, ഒരു 10-15 കട എടുത്ത് ഒരു ഷോപ്പിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സംഭവമാണുള്ളത്. ചുറ്റി ഒന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിയാലും ഒരു അറ്റമില്ല, അറ്റം കാണാൻ വരെ. അത് ഇത്രയും വലിയൊരു സംഭവമാണ്, കടയാണ്. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും A to Z സാധനം മൊത്തം നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ പാത്ര ഐറ്റംസ് ഒക്കെ ഇത് കണ്ടത്, നമ്മൾ പ്ലേറ്റ്, ഇത് സെറ്റായിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. ഇതിനൊക്കെ ഇത് ഒരെണ്ണത്തിന് 1.49, നാട്ടിലെ 150 രൂപ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊരു കടയിൽ കയറി നമ്മൾ എങ്ങനെ പാത്രം മേടിക്കുന്നതിൻ്റെ ഒരു ഫീൽ. നമ്മളങ്ങനെ അധികം പാത്രം മേടിക്കത്തില്ല, വീട്ടിൽ അമ്മയ്ക്കാണ്. പക്ഷെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു കടയിൽ കയറി എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സാധനങ്ങൾ നിങ്ങളൊന്ന് നോക്കിയേ. നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങൾ എല്ലാ സാധനവും പല ടൈപ്പ്, അലൂമിനിയം ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്, ഇത് അലൂമിനിയം, പിന്നെ അതല്ലാണ്ട് ഒരുപാട് ഐറ്റം സാധനമൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാത്തിനും ഈ വലുതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഈ സാധനം കണ്ട. ഇന്നത്തൊക്കെ കാറ്ററിംഗ് സർവീസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ഒരു യൂസ്ഫുൾ ആണ്.
ഇത് ഇതുണ്ട്. ഇത് 159, നാട്ടിലെ 16,000 രൂപ ഈ കുക്കറിന്. 25 ലിറ്ററിന്റെ കുക്കറിന് വിലയാണ് ഈ സംഭവം. പിന്നെ ഇത് പല ടൈപ്പിലെ പല അളവിലെ എല്ലാം ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട്. അതുപോലെ നമ്മളെ കറച്ചട്ടി. പക്ഷേ കറച്ചട്ടി കൊണ്ടുപോയിട്ടും വേറെ കാര്യമൊന്നുമില്ല. കാര്യം നമ്മുടെ ഇൻഡക്ഷൻ കുക്കറാണ്, അതേ വർക്ക് ചെയ്യത്തില്ല. ഗ്യാസ് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, യൂസ്ഫുൾ ആണ്. നമുക്കിപ്പോൾ അത് കൊണ്ടുപോയിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അതുപോലെ ഒരു സാധനം അരിയുണ്ട, എള്ളുണ്ട സാധനമാണ്. ഇതിന് 1.29, നാട്ടിലെ 200 അല്ല 150 രൂപ. 1.29 അല്ല 150 സംതിങ് വരും. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ പുട്ടുപൊടി ഉണ്ട്. പുട്ടുപൊടി പല കമ്പനിയുടെ ഉണ്ട്. സാറാസിന്റെ ഉണ്ട്. പിന്നെ അപ്പപ്പൊടി, ദോശപ്പൊടി, എല്ലാ സംഭവങ്ങളും പൊടി ഐറ്റംസ് ഫുള്ള് എല്ലാ സാധനമുണ്ട്. കൽക്കണ്ടത്ത് പിന്നെ 0.79 നാട്ടിലെ 79 രൂപ 100 ഗ്രാമിന്. കടുക് ഐറ്റംസ്, ഏലക്ക, കടല, മുളക് പൊടി. ഇനി ഇപ്പുറത്തോട്ട് നോക്കുവാണെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ നമ്മൾ സ്ഥിരം മേടിക്കുന്നതാണ്. ഇതിപ്പം 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 6.49, നാട്ടില് 700 രൂപ വരും. ഇത്രയും പൈസ വരും. പിന്നെ പല ടൈപ്പിലെ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ കാണുന്ന അച്ചാർ ഐറ്റംസ് പല കമ്പനിയുടെ ഉണ്ട്. അത് ശരി, ചെറിയുള്ളി അച്ചാർ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് വന്ന്. അതുപോലെ അരി അരി പല കമ്പനിയുടെ അരിയുണ്ട്. നമ്മളെ സ്ഥിരം മേടിക്കുന്നത് നിർമ്മലിന്റെ അരിയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് തീർന്നു പോയിട്ടുണ്ട്. ഞാനിപ്പോൾ വേറെ സാധനം കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ ഈ കൂടുതൽ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ബജ്ജിയൊക്കെ ഉണ്ടാക്കത്തില്ലേ. അപ്പം ഇവിടെയും ആ സാധനമൊക്കെ ഉണ്ട്. അത്രയും വലിയ സാധനം. ഈ സാധനമൊക്കെ ഇതൊക്കെ മേടിച്ചോട്ട് പോയിട്ട് എന്തോ ചെയ്യാനാ. എനിക്ക് വേണം കിടന്ന് പുഴുങ്ങ ശരീരവേദന ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മസാല ഐറ്റംസിന്റെ ഒരു ഏരിയ ആണ്. അപ്പം ആ സൈഡിൽ തന്നെ മുളക് പൊടി ഉണ്ടായിരുന്നു, മല്ലിപ്പൊടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സൈഡിലും മുളക് പൊടി ഉണ്ട്. അത് കമ്പനി വ്യത്യാസമുണ്ട്. കമ്പനി വ്യത്യാസം വരുമ്പോൾ അനുസരിച്ച് അതുപോലെ തന്നെ ക്വാളിറ്റി വ്യത്യാസം കാണും. ഈ ഒരു സൈഡിൽ മസാല ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടോ, ഗരം മസാലയ്ക്ക് വേണം എല്ലാ സാധനം മൊത്തം. മുളക് പൊടിക്കൊക്കെ 1 കിലോ കാശ്മീരി ചില്ലി പൗഡറിന് 14.99, നാട്ടിലെ 1,500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതേ ഉണക്കമീനി അത്യാവശ്യം കറിയൊന്നും കിട്ടിയില്ലെങ്കിൽ, കറിക്ക് വെക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഇത് എടുത്ത് വറുക്കുകയോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരയ്ക്കുകയോ ഉണ്ടെങ്കിൽ ഇത് നെത്തോലി. ഇത് മത്തിയുണ്ട്. പെട്ടെന്ന് നമുക്ക് ഇതിലൊരു ചമ്മന്തി, മുട്ട വറുത്തതും ഇച്ചിരി തൈരും ഉണ്ടെങ്കിൽ, തൈര് കൂടെ ആകുമ്പോൾ ഇച്ചിരി ആഡംബരം കൂടും. ഇത് ചെമ്മീൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിനൊക്കെ റേറ്റ് വരുന്നത് വെച്ചാൽ ഇതിപ്പോൾ എത്ര ഗ്രാമാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2.69. ഈ ഒരു ചെറിയ സാധനത്തിന് നാട്ടിലെ 270 രൂപ 280 രൂപ വരും റേറ്റ് വരും. അപ്പോൾ നമ്മളെ കടല, പരിപ്പ്, ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പല കമ്പനിയുടെ ഉണ്ട്. ഇതുണ്ടാ ഇതിൻ്റെ സംഭവം കടല. പിന്നെ ചെറുപയറുണ്ട്, പരിപ്പ്, കടല തന്നെ പല ടൈപ്പ്, ഉഴുന്നുണ്ട്. അങ്ങനെ എല്ലാ സാധനവും, ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ നാട്ടിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ വിളക്ക് കത്തിക്കുന്ന ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള ചെറിയ വിളക്ക് കത്തിക്കുന്നത് വെക്കുന്നുള്ള വിഗ്രഹങ്ങളുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ്. കാര്യം നമ്മൾ ചന്ദനത്തിരി കത്തിച്ച് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അടച്ചു വെക്കാമെങ്കിൽ ആ ഒരു സ്മെല്ല് വെളിയിലോട്ട് വരികയും ചെയ്യും. നമുക്ക് ഇത് ചന്ദനത്തിരിയുടെ ഈ ഒരു ചാരം ഉണ്ടല്ലോ, ഈ സംഭവം വെളിയിലെങ്ങും പറന്ന് വീഴത്തുമില്ല, എല്ലാം ഇതിൻ്റെ അകത്ത് കിടന്നുണ്ട്. ഇതൊരു നല്ലൊരു സാധനമാണ്. പിന്നെ അത്യാവശ്യം നല്ല മണമുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള ചന്ദനത്തിരി ഐറ്റംസ് ഉണ്ട്. ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളുണ്ട്. പിന്നെ ടവലുണ്ട്, കർട്ടൻ ഐറ്റംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ വണ്ടിക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ അസ്ത്രീസും കിട്ടുന്ന ഈ ഒരു സൈഡിൽ തന്നെയാണ്, ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. അതുകൂടാതെ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് വർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും. ഇനി നിങ്ങൾക്ക് പെയിൻറ്റ് ഐറ്റംസ് ആണ് ആവശ്യം, അതും ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പല ടൈപ്പിൽ അത് സ്പ്രേ പെയിൻറ്റ് ഉണ്ട്, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളുണ്ട്. 100% ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കുവാണെങ്കിൽ ഇത് മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണ്ടി വരും. എങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഷോപ്പിനെ പറ്റി ഒരു ഐഡിയ കിട്ടി കാണുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ നമുക്ക് വേണ്ട എല്ലാ ഫർണിച്ചർ ഐറ്റംസും അതെല്ലാം പല റേറ്റ് ആണ്. നമ്മൾ ഒന്നിൻ്റെ റേറ്റ് അങ്ങനെ പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിപ്പം ഒന്നേന്ന് തുടങ്ങിയാൽ ഈ പറഞ്ഞ പോലെ തീരത്തില്ല. എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ല നമ്മുടെ വീഡിയോയ്ക്ക്. അത്രയും ലെങ്ത് കൂടുകയും ചെയ്യും. നിങ്ങൾ പിന്നെ അത്ര ഇരുന്ന് കാണാനുള്ള ഒരു ക്ഷമയും നിങ്ങൾക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത സാധനത്തിൻ്റെ ആണെങ്കിലും കാണിക്കുന്ന സാധനത്തിൻ്റെ ഒക്കെ ആണെങ്കിലും റേറ്റ് അങ്ങനെ പറയാത്തത്. കോഴിയമ്മ മുട്ടയൊക്കെ ഉണ്ടോ? കോഴിയമ്മടെ കാണാൻ കോഴിയമ്മടെ നോട്ടൊക്കെ ഉണ്ടോ? അയ്യോ, അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 11 മണിയായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം ഒരു 3:30 കഴിഞ്ഞു. എന്താ പേപ്പറൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇതേ കാര്യമായിട്ടങ്ങ് മേടിച്ച് കൂട്ടി. അപ്പോൾ മക്കളെ, നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ അപ്പോൾ എന്താ ഇത്രയും വലിയൊരു ലിസ്റ്റാണ് അവർ തന്നത്. മേടിച്ച് കൂട്ടിയപ്പോൾ ഇതൊന്നും ആലോചിച്ചില്ല. അപ്പോൾ നമ്മൾ മേടിച്ചതിൻ്റെ എല്ലാം കൂടെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 125.17 പൗണ്ട്. എന്ന് വെച്ചാൽ നാട്ടിൽ ഏകദേശം ഒരു 15,000 രൂപ അടുത്തുണ്ട്. 14,000 സംതിങ് ആണ്. 15,000 രൂപ ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്ത മാസം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അതിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് കൂട്ടിയിട്ടുണ്ട്, ഓണമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളെ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ഇതേവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ, ബൈ. Yeah.